ഹലോ ഹായ് മക്കളെ. സോ നിങ്ങളുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഈ ഒരു എക്സാമിന് ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെയാണ് മാർക്ക് നേടാൻ നോക്കണ്ടേ? കാരണം നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇറ്റ്സ് യുവർ ടൈം ടു പ്രാക്ടീസ് അല്ലേ? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോ മക്കളെ, അതെ, ഇന്ന് സാറ് ചെയ്യാൻ പോകുന്നത് എന്താണ്? അതെ, ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സയൻസിലെ കെമിസ്ട്രിയുടെ അതെ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ തന്നെയാണ്, പ്രാക്ടീസ് തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. കാരണം ടൈം വളരെ കുറവാണ്. കാരണം എക്സാമിന് അടിപൊളിയായിട്ട് എങ്ങനെയാണ് എഴുതാം അല്ലെങ്കിൽ മാക്സിമം സ്കോർ എങ്ങനെയാണ് നേടാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വേഗം തുടങ്ങാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലേ? കാരണം കെമിസ്ട്രിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ബേസിക് സയൻസ് 3 തിരിച്ചിരുന്നു. അതെ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. സോ ഇന്ന് കെമിസ്ട്രിയിലെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണാൻ പോകുന്ന കെമിസ്ട്രിയുടെ ക്ലാസ്സുകളാണ്. സോ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാരണം ടൈം വളരെ കുറവാണ് അല്ലേ? സോ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം, അതെ, നിങ്ങൾ പഠിച്ച ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്ന അല്ലെങ്കിൽ പദാർത്ഥ സ്വഭാവം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ? സോ മക്കളെ നോക്കി നോക്ക്, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏതോ ഒന്ന് ശരിയാണ്. എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്? വെൻ വാട്ടർ ചേഞ്ച് ടു ഐസ് അല്ലേ? അതായത് ജലം ഐസായി മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ശരിയായത് ഏത്? ഓക്കെ, തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതോ ഒന്ന് എന്താണ്? അതെ, നമ്മുടെ വാട്ടർ ഐസ് ആയിട്ട് മാറുന്ന സമയത്ത് എന്തോ ഒന്ന് സംഭവിക്കുന്നു. വാട്ടർ ചേഞ്ചസ് ടു ഐസ് എന്ന് പറഞ്ഞ കേട്ടോ, ശ്രദ്ധിക്കണം. അതായത് ലിക്വിഡ് അല്ലെ? വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്, ദ്രാവകമാണ്. ആ ദ്രാവകം എന്തായിട്ട് മാറാണ്? അതെ, ദ്രാവകം ഐസ് ആയിട്ട് മാറാണ്, അതായത് സോളിഡ് അല്ലേ? ദ്രാവകം അല്ലെങ്കിൽ എന്താക്കാം, ദ്രാവകം എന്ന് പറയാൻ പറ്റും. ആ ദ്രാവകം എന്തായിട്ട് മാറാം മക്കളെ? അതെ, ദ്രാവകം ഖരമായിട്ട് മാറാണ് അല്ലേ? അവിടെ ഖരമായിട്ട് മാറുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്, അതായത് കണികകൾ തമ്മിലുള്ള അകലം കൂടും. അകലം കൂടുമോ? അല്ല, തിരിച്ചിട്ടാണെങ്കിൽ അല്ലേ? അതായത് ഒരു ഖരം ദ്രാവകമായിട്ട് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് അല്ലെ ഐസ് വാട്ടർ ആയിട്ട് മാറുകയാണെങ്കിൽ ഓക്കെ, ഡിസ്റ്റൻസ് കൂടി കൂടി വരും. എന്നാൽ ഇത് സംഭവിക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഹാപ്പൻ. അതായത് ഇത് തെറ്റാ അല്ലേ? അതായത് അത് ശരിയാണോ? അല്ല എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? ഒരിക്കലും ശരിയായ കാര്യമല്ല അല്ലെ? ഒരിക്കലും ഈ പറയുന്ന കാര്യം ശരിയാണോ? അല്ല അല്ലേ? യെസ്, കളർ മാറ്റി കേട്ടോ. ശരി, ഇനി മക്കൾ നോക്കിയത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെ? ഊർജം എന്താക്കുന്ന ഇൻക്രീസ് ചെയ്യാണോ? അതെ, ഊർജം കൂടുകയാണോ? അല്ല, ഒരിക്കലും ഊർജം കൂടുന്നില്ല. ഉദാഹരണമായിട്ട് ഊർജം കൂടുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറാം അല്ലെ? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ ഊർജം കൂടി കൂടി വരും അല്ലെ? എനർജി കൂടി കൂടി വരും. എന്നാൽ തിരിച്ചാണെങ്കിലോ അതെ, ഊർജം കുറഞ്ഞാണ് വരാം. സോ അതും തെറ്റാ അല്ലെ? അതും എന്താണ്? യെസ്, അതും ശരിയല്ല, അതും തെറ്റ് തന്നെയാണ്. ഇനി മക്കൾ നോക്കിയത് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്, അതായത് ആകർഷണ ബലം അല്ലെ? കണികൾ തമ്മിലുള്ള ആകർഷണം കൂടുന്നു. ശരിയാണോ? അതെ, നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണ് അല്ലെ? അത് ശരി തന്നെയാണ്. ബിക്കോസ് എന്താക്കുന്നു? വാട്ടർ ഐസ് ആയിട്ട് മാറല്ല ചെയ്യുന്നത്. അതെ, ഒരു ദ്രാവകം ഖരമായിട്ട് മാറുന്ന സമയത്ത് അതിന്റെ ആകർഷണം കൂടാണ് ചെയ്യുക അല്ലെ? അട്രാക്ഷൻ കൂടാണ് ചെയ്യുക. സോ ഇറ്റ്സ് റൈറ്റ്. അതെ, അത് ശരി തന്നെയാണ് അല്ലെ? അതെ, അത് ശരി തന്നെയാണ്. ഇനി മക്കളെ നോക്കി, ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, അതായത് അതിന്റെ ചലന വേഗത കൂടാണ് ചെയ്യുക. ഇറ്റ്സ് ഡസന്റ് ഹാപ്പൻ. അത് നിങ്ങൾ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. കാരണം വാതകമാവുകയാണെങ്കിൽ എന്താക്കാം? അത് സംഭവിക്കാം അല്ലേ? കാരണം ഫ്രീ ആയിട്ട് ചലിക്കാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരിക്കലും ഒരു ഐസ് അല്ലേ, ഒരു എന്താണ് ഖരം ദ്രാവകമായിട്ട് മാറുന്ന സമയത്ത് ഒരു ദ്രാവകം ഖരമായിട്ട് മാറുന്ന സമയത്ത് എന്താകില്ല? ഇതൊരിക്കലും സംഭവിക്കുന്നില്ല. മക്കളെ, ഇതിൽ ഏത് മാത്രമേ ശരിയുള്ളൂ? അതെ, സി മാത്രമേ ശരിയുള്ളൂ അല്ലേ? സി പോയിന്റ് മാത്രമേ ശരിയുള്ളൂ. അതായത് എന്താണ്? അതെ, അട്രാക്ഷൻ ബിറ്റ്വീൻ ആകർഷണ ബലം കൂടുന്നു എന്ന് പറയാൻ സാധിക്കും. സോ മക്കൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ മക്കളെ, ഈ ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. എന്താണ് ഘനം, എന്താണ് ദ്രാവകം അല്ലെ? ഘനം, ദ്രാവകം, വാതകം, ഇത് 3 കാര്യങ്ങൾ എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിരുന്നോ? ഘനം, ദ്രാവകം, വാതകം എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും തെറ്റിക്കാതെ മാക്സിമം അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുക. ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കട്ടോ. സോ അതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കേട്ടോ. ഘനം, ദ്രാവകം, വാതകം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മറന്നു പോയത് മാറ്ററിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന കാര്യമാണ്. എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നെയിം ദ മോണോമർ അല്ലേ? എന്താണ് മോണോമർ, എന്താണ് പോളിമർ? ഇത് രണ്ടും നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്.
എന്തായാലും നോക്കണേ, മറന്നുപോയത്. എന്താണ് പോളിമർ, എന്താണ് മോണോമർ, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിമർ ആൻഡ് മോണോമർ, മോണോമറും പോളിമറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, അതായത് തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന പ്രോട്ടീനെ കുറിച്ചിട്ടാണ്. കാരണം നിങ്ങൾ ഒരുപാട് മോണോമറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഒരുപാട് പോളിമേഴ്സും പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് എ പോളിമർ ആൻഡ് വാട്ട് ഈസ് എ പോളിമർ, സോറി, ഇത് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോയത് കേട്ടോ. നിർബന്ധമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. സോ മക്കളെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന നെയിം ദ മോണോമർ എന്നാ അല്ലേ, പ്രോട്ടീനിന്റെ മോണോമർ ഏതാണ് അല്ലേ? കാരണം പ്രോട്ടീൻ ഒരു പോളിമർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രോട്ടീനിന്റെ മോണോമർ ഏതാ? എടാ സിമ്പിൾ അല്ലടാ, ദാറ്റ് ഇസ് അമിനോ ആസിഡ് അല്ലേ. അമിനോ ആസിഡ് ആണ് അല്ലെ, ആമിനോ ആസിഡ് അല്ലേ. ആമിന എന്നത് തെറ്റാണ് അല്ലെ, അമിനോ ആസിഡ് അല്ലേ. എടാ അമിനോ ആസിഡ് ആണ് എന്ത്? അതെ, നമ്മുടെ യെസ് പ്രോട്ടീനിന്റെ മോണോമർ ആയിട്ട് വരുന്നത്. ഓക്കെ, മക്കൾ മറന്നു പോയത്. സോ ഇത് മാത്രമല്ല, ഏതിനെയും മോണോമർ ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് എന്താ സ്റ്റാർച്ച് ആവട്ടെ ഏതും ആവട്ടെ, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അടിപൊളിയായിട്ട് എഴുതാൻ പഠിക്കുക. സോ പോളിമർ ആൻഡ് മോണോമർ എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇനി മക്കളെ, അതെ നിങ്ങൾക്കറിയാം, ഗ്യാസ് ഈസ് ദ യൂണിവേഴ്സൽ സോൾവെന്റ്, അതായത് സാർവിക അല്ലെ, സാർവിക ലായകമാണ്. എന്തടാ ഇത്? ഒന്നും അല്ലെ, ഒരു സംശയം വേണ്ട, ദാറ്റ് ഈസ് വാട്ടർ അല്ലെ, ദാറ്റ് ഈസ് വാട്ടർ, ജലം എന്ന് എല്ലാവർക്കും ഉത്തരം അറിയാം. കാരണം എല്ലാത്തിനെയും സോൾവെങ്കിൽ, എല്ലാത്തിനെയും അല്ലെ, ഏതൊരു വസ്തുവിനെയും ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ജലം എന്നുള്ള വാട്ടർ ഉണ്ട് അല്ലെ. അതായത് എന്തിനേയും ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജന്മന അല്ലെ, ജന്മന ആർക്കുണ്ട്? വാട്ടറിനുണ്ട് അല്ലെ. അപ്പം ഒരു സർവ്വകല എന്താണ്? വല്ലഭൻ തന്നെയാണ് നമ്മുടെ ജലം എന്ന് പറഞ്ഞാൽ, വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്നാൽ മക്കളെ, ഇനി വാട്ടറിനെ കുറിച്ച് നിർബന്ധം പഠിച്ചു വെക്കാൻ. സർഫസ് ടെൻഷൻ, പ്രതലബലം, അതെ അതിന്റെ സ്വഭാവ ഗുണങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞ സമയത്ത് അതിലുള്ള കാര്യങ്ങൾ എല്ലാം സാറ് പറയുന്നുണ്ട്, അതും കൂടി എന്തൊക്കെ അതിന്റെ കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നോക്കി മക്കളെ, ക്ലാസിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ ഇൻടു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ ചേഞ്ച് അല്ലെ, ഭൗതിക മാറ്റവും രാസമാറ്റവും എന്ന നിലയിൽ എന്തൊക്കെ താഴെ പറയുന്ന 4 പോയിന്റ്സ് ആണ് കേട്ടോ. 4 പോയിന്റ്സ് എന്തൊക്കെ? അതെ, ഇതിൽ ഏതൊക്കെയാണ് ഭൗതിക മാറ്റം, അതേപോലെ തന്നെ ഏതെല്ലാമാണ് രാസമാറ്റം? എന്തായാലും കാരണം ആ ചാപ്റ്റർ അതിനെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യങ്ങളാണ് ചില രാസപ്രവർത്തനം പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പം രാസമാറ്റം, അതേപോലെ ഭൗതിക മാറ്റം, കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. സോ മക്കളെ, ഒന്നാമത്തെ പോയിന്റ് നോക്ക്, ദ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് അല്ലെ, അതായത് പുതിയ തന്മാത്ര ഉണ്ടാകുന്നു. അത് കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ അല്ലെ? ഫിസിക്കൽ ചേഞ്ച് ആണ് പി നിടാം, കെമിക്കൽ ചേഞ്ച് ആണ് സി നിടാം അല്ലെ. സോ മക്കളെ, ഏതാണ്ട ഒരു പുതിയ തന്മാത്രകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്ട? ദാറ്റ് ഇസ് കെമിക്കൽ ചേഞ്ച് അല്ലെ. അത് നിർബന്ധമായിട്ട് കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി മക്കളെ, പെർമനന്റ് ചേഞ്ച് അല്ലെ, ഒരു സ്ഥിരമാറ്റം അല്ലെ, ഒരു സ്ഥിരമായിട്ട് വസ്തു മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ദാറ്റ്സ് ഓൾസോ കെമിക്കൽ ചേഞ്ച്. അതിനെയും കെമിക്കൽ ചേഞ്ച് വിളിക്കാൻ പറ്റും. അതായത് രാസമാറ്റം അല്ലെ, രാസമാറ്റം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇനി എ ചേഞ്ച് ഹാപ്പൻ ഓൺലി ഇറ്റ്സ് മോളിക്കുലാർ അറേഞ്ച്മെന്റ് അല്ലെ, അതായത് തന്മാത്രകളുടെ ക്രമീകരണം മാത്രം മാറുകയാണെങ്കിൽ, അതായത് ആ ഒരു മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രം വ്യത്യാസം വരികയാണെങ്കിൽ, അതിന്റെ ക്രമീകരണത്തിൽ മാത്രം വ്യത്യാസം വരികയാണെങ്കിൽ മക്കളെ, അതൊരിക്കലും കെമിക്കൽ ചേഞ്ച് അല്ല, ദാറ്റ് വുഡ് ബി ഫിസിക്കൽ ചേഞ്ച്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഫിസിക്കൽ ചേഞ്ച് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ടെമ്പററി ചേഞ്ച് അല്ലെ, അതായത് താൽക്കാലികമായ മാറ്റമാണെങ്കിലോ ഒന്നും ആലോചിക്കാനില്ല, ദാറ്റ്സ് ഓൾസോ ഫിസിക്കൽ ചേഞ്ച് അല്ലെ. അതും എന്താണ്? ഭൗതിക മാറ്റമാണ്. അതും എന്താണ്? ഭൗതിക മാറ്റത്തിന്റെ ഉദാഹരണമാണെങ്കിൽ അതിന്റെ സ്വഭാവമാണ്. ഓക്കെ, സോ മക്കളെ, ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് പഠിക്കുന്ന സമയത്ത് അതിന് 2 ഉദാഹരണം കൊണ്ട് പഠിക്കുക. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് ഭൗതിക മാറ്റം, എന്താണ് രാസമാറ്റം, എന്താണ് കെമിക്കൽ ചേഞ്ച്, ഇതെല്ലാം എക്സാമിന് ചോദിക്കുക. മേ ബി 2 മാർക്കിന് ചോദിക്കാം. വിത്ത് എക്സാമ്പിൾ ചോദിക്കാൻ എന്തൊക്കെ ഒരിക്കലും മറന്നു പോകരുത്, എക്സാമിന് കൂടി പഠിക്കുക. ഓക്കെ, 2 3 എക്സാമ്പിൾ എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ഭൗതിക മാറ്റം ഫിസിക്കൽ ചേഞ്ച് ഒരുപാട് എക്സാമ്പിൾസ് നമ്മളെ കുപ്പി അല്ലെ, ആ ബോട്ടിൽ എന്തൊക്കെ ക്രഷ് ചെയ്യുക, ഇതെല്ലാം എന്താണ്? അതെ, ഫിസിക്കൽ ചേഞ്ച് ആണ്. എന്നാൽ കെമിക്കൽ ചേഞ്ച് കുക്കിംഗ് അല്ലെ, ഇതെല്ലാം കെമിക്കൽ ചേഞ്ച് ആണ്. സോ നിങ്ങൾ എല്ലാവരും പഠിച്ചതാണ്, മറന്നു പോയത്. എന്തൊക്കെ യെസ് സെറ്റ് ആക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കി. അതെ, വീണ്ടും വാട്ടറിനെ കുറിച്ച് തന്നെയാണ്. സോ ദ വാട്ടർ വിച്ച് ഡി നോട്ട് ഗിവ് പ്രോപ്പർ ലെതർ അല്ലെ, അതിനെ വിളിക്കും ഹാർഡ് വാട്ടർ എന്ന് വിളിക്കും അല്ലെ. അതായത് കഠിന ജലം എന്ന് ഞാൻ വിളിക്കുന്നതാണ്. അതായത് ജലം കഠിനമാവുന്ന എപ്പോഴാണ്? ദ വാട്ടർ വിച്ച് ഡി നോട്ട് ഗിവ് പ്രോപ്പർ ലെതർ അല്ലെ, അതായത് സോപ്പ് നന്നായിട്ട് പതിയാത്ത ജലമാണ് കഠിന ജലം. നിങ്ങൾ പഠിച്ചാണ് സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും അല്ലെ. അപ്പം ഇനി എങ്ങനെയാണ് മക്കളെ? ജലകാഠിന്യം 2 വിധമുണ്ട്. അത് ഏതാണ്ടാ? 2 വിധം. ഒന്ന് ടെമ്പററി അല്ലെ, ഒന്ന് ടെമ്പററി ചേഞ്ച് അല്ലേ അല്ലെ. അതായത് ടെമ്പററി ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? അതെ, കാരണം താൽക്കാലികമായ മാറ്റം അല്ലെ, അതിനെ വിളിക്കുന്ന ടെമ്പററി. അതെ, ടെമ്പററി ഹാർഡ്നെസ് അല്ലെ. ഇനി മക്കളെ നേരെ ഉണ്ടല്ലോ, ടെമ്പററി മാത്രമല്ല പെർമനന്റ് ഉണ്ട് അല്ലെ, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്, സ്ഥിരമായ കാഠിന്യം.
അല്ലെ സ്ഥിര കാഠിന്യം എന്ന് പറയാൻ പറ്റും. പെർമനന്റ് ആയിട്ട് എന്താണ് അതെ കാഠിന്യമാണ്. എന്നാൽ ടെമ്പററി കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറ്റും നമുക്ക് ഒന്ന് ഹോട്ട് ചെയ്താൽ മതി അല്ലെ. ഒന്ന് ഹോട്ടാക്കി കഴിഞ്ഞാൽ എന്താക്കാം അതെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറ്റും അതെ അതിനെ മാറ്റാൻ പറ്റും അല്ലെ. അതായത് താൽക്കാലികമായിട്ടുള്ള ഹാർഡ്നെസ് എന്ന് പറ്റും ആ ഒരു കാഠിന്യം നമുക്ക് എന്തൊക്കെ മതി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മതി അല്ലെ. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും അതെ അത് ആ ഒരു സോപ്പിൽ എന്തൊക്കെ ലാദർ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അതായത് അതിന്റെ കാഠിന്യം അല്ലെങ്കിൽ ഹാർഡ്നെസ് എന്തൊക്കെ മെല്ലെ മാറി കഴിഞ്ഞു. എന്നാൽ പെർമനന്റ് ഹാർഡ്നെസ് അങ്ങനെയല്ല. യു ഹാവ് ടു യൂസ് സം കെമിക്കൽസ് അല്ലെ. അതായത് എക്സ്ട്രാ വരുന്ന ചില കാൽസ്യം അല്ലെ കാൽസ്യം മഗ്നീഷ്യം പോലുള്ള ഇവരുടെ സാൾട്ടുകളാണ് അതിന് കാരണം വരുന്നത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇത്രയേ ഉള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാം വിച്ച് ആർ ദ ടെമ്പററി ഹാർഡ്നെസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ഈ രണ്ട് ഹാർഡ്നെസ് അല്ലെ സ്ഥിര കാഠിന്യം താൽക്കാലിക കാഠിന്യം എന്നൊക്കെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇനി ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെൻ വി ഹീറ്റ് അല്ലെ വെൻ വി ബോയിൽ എന്താകും ടെമ്പററി ആ ടെമ്പററി ഹാർഡ്നെസ് എന്തൊക്കെ മാറും അതെ ആ താൽക്കാലിക മാറ്റം അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യം മെല്ലെ നഷ്ടപ്പെടുക ചെയ്യാം. എന്നാൽ പെർമനന്റ് ഹാർഡ്നെസ് അങ്ങനെയല്ല. എന്താണ് എന്താണ് കാൽസ്യം മഗ്നീഷ്യം പോലുള്ള സാൾട്ടുകളാണ്. സോ വി ഹാവ് ടു യൂസ് സം എക്സ്ട്രാ കെമിക്കൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ ഇതാണ് മക്കളെ വാട്ടറിന്റെ രണ്ട് ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇതിന്റെ ഒന്നുകിൽ എന്താക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഹൗ അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ട പ്രോസസ്സ് പ്രക്രിയകൾ ഏതെല്ലാം അതും ചോദിക്കാറുണ്ട്. ഓക്കെ ഇനി ഹാർഡ്നെസ് എങ്കിൽ എന്താണ് പെർമനന്റ് ഹാർഡ്നെസ് കാരണം എന്താ അത് കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സാൾട്ടുകളാണ് ലവണങ്ങളാണ് അതിന്റെ കാരണം. ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ സോ മക്കളെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ മക്കൾ മറന്നുപോയത് പഠിക്കുക മാത്രമല്ല യു ഹാവ് ടു ഡു സംതിങ് അതായത് എഴുതാനും കൂടി പഠിക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് മാർക്ക് വരുള്ളൂ. കാരണം എക്സാം വൈവയല്ല യു ഹാവ് ടു ഡു അല്ലെങ്കിൽ റിട്ടേൺ ആണ്. ഓക്കെ അതുകൊണ്ട് എഴുതാനും കൂടി പഠിക്കണം. സോ എക്സ്പ്ലെയിൻ ചെയ്യുക അത് എഴുതാനും കൂടി ശ്രമിക്കാം. ഓക്കെ ഇനി മക്കളെ നോക്കുക നാച്ചുറൽ ഫൈബർ അല്ലെ അതായത് പ്രകൃതിപരമായ ഫൈബർ ആൻഡ് സിന്തറ്റിക് ഫൈബർ മനുഷ്യ നിർമ്മിത ഫൈബറും നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. ഇനി നോക്ക് റൈറ്റ് ദ എക്സാമ്പിൾസ് ഫോർ ഈച്ച്. എടാ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ. നാച്ചുറൽ ഫൈബർ വി ആർ ഗെറ്റിംഗ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെ. ചെടികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കിട്ടുന്ന ഫൈബേഴ്സിന് വിളിക്കുന്ന പേരാണ് അല്ലെ. അത് നാച്ചുറൽ ഫൈബർ പ്രകൃതിപരമായ ഫൈബർ എന്ന് വിളിക്കാൻ പറ്റും. സോ മക്കളെ കോട്ടൺ ഈസ് എൻ എക്സാമ്പിൾ അല്ലെ. പരുത്തി പറ്റും അല്ലെ. സിൽക്ക് പറ്റില്ലേ സിൽക്ക് പറ്റും അല്ലെ. ജൂട്ട് പറ്റും. ഇതെല്ലാം മക്കളെ എന്താ യെസ് നാച്ചുറൽ ഫൈബറിന് പ്രകൃതിപരമായിട്ടുള്ള ഫൈബറിന് നൂൽ തരത്തിന് ഉദാഹരണമാണ്. ഇനി സിന്തറ്റിക് ഫൈബർ മനുഷ്യ നിർമ്മിത ഏതാ റയോൺ അല്ലെ. റയോൺ ഈസ് എൻ എക്സാമ്പിൾ അല്ലെ. നൈലോൺ അല്ലെ നൈലോൺ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇനി മക്കളെ യെസ് മാൻ മെയ്ഡും അല്ലെങ്കിൽ യെസ് നിങ്ങൾ എല്ലാവരും പഠിച്ച പോളിസ്റ്റർ അല്ലെ. അതായത് എന്താണ് അതെ അതൊരു സെമി സിന്തറ്റിക് ആണ് അല്ലെ. മനുഷ്യ നിർമ്മിതവുമാണ് അതേപോലെ തന്നെ നാച്ചുറലി കൂടുന്നതാണ്. പ്രകൃതിപരമായിട്ടുള്ള വസ്തുക്കളും കൂട്ടി മിക്സ് ആയതാണ് ദാറ്റ് ഇസ് പോളിസ്റ്റർ. അപ്പൊ എന്താ വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് നാച്ചുറൽ ഫൈബർ എന്താണ് അതേപോലെ തന്നെ സിന്തറ്റിക് ഫൈബർ എന്താണ് അവർ തമ്മിൽ വ്യത്യാസങ്ങൾ എന്താണ് അത് പഠിച്ചു വെക്കാൻ മറക്കണ്ട. ഇനി മക്കളെ ഇത് രണ്ടിന്റെയും ഒന്നിപ്പിക്കുന്നതിന് ഉദാഹരണം അല്ലെങ്കിൽ രണ്ടും അതെ ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മേന്മകൾ കിട്ടടാ ഒരുപാട് മേന്മ കിട്ടും. മെയിൻലി എന്താണ് ഇപ്പൊ പോളിസ്റ്ററും കോട്ടനും അല്ലെ. ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ഒന്നിൽ എന്താണ് കോട്ടൺ പെട്ടെന്ന് എന്താകും അതെ ഒരുപാട് നെഗറ്റീവ്സ് ചില നെഗറ്റീവ്സ് ഉണ്ട്. അല്ലെങ്കിൽ പോളിസ്റ്റർ എന്താണ് ചില നെഗറ്റീവ്സ് ഉണ്ട് അല്ലെ. പെട്ടെന്ന് ചൊളിഞ്ഞു പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് അയണി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോവുക. ഇങ്ങനെ ഒരുപാട് അല്ലെ ചൂട് കൂടാം അല്ലെ. പിന്നെ എന്താ സിമ്പിൾ ആയിട്ട് കോട്ടൺ നോക്കുകയാണെങ്കിൽ വെള്ളം അല്ലെ നന്നായിട്ട് വലിച്ചെടുക്കും. ഇങ്ങനെ ഒരുപാട് എന്താണ് പോസിറ്റീവ്സും ഉണ്ട് ഒരുപാട് മേന്മകളും ഉണ്ട് ഒരുപാട് എന്താണ് നേട്ടങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്താ ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു വിധം വരെ നമുക്ക് അത് എക്സ്പെൻസീവ് അല്ലെ. ഒന്ന് അവൈലബിലിറ്റിയാണ് അല്ലെ. കാരണം രണ്ടിനും അവൈലബിലിറ്റി ഉണ്ട്. ഇത് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഏത് സമയത്തും കിട്ടുന്ന കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഏത് സമയത്തും കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. സോ ഇതാണ് മക്കളെ എന്ത് അതെ പോളിസ്റ്ററും എങ്കിൽ എന്താണ് ഈ മിക്സിംഗ് നടത്തി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് അല്ലെ. കാരണം രണ്ടിന്റെയും എന്തൊക്കെ പറ്റും ആ ഒരു നെഗറ്റീവ്സ് എന്നൊക്കെ പറ്റും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ ഇനി മക്കളെ കാരണം അത് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ നിർബന്ധമായിട്ടും നാച്ചുറൽ ഫൈബറിന്റെ എന്താക്കണം അത് മെറിറ്റ്സ് നേട്ടങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി നേരെ ഓപ്പോസിറ്റ് അതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടും പഠിച്ചിരിക്കാൻ നിർബന്ധമാണ്. ഇനി മക്കളെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മെറ്റൽസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് മാലിബിലിറ്റി ഡക്റ്റിലിറ്റി അതിൽ ഏറ്റവും മാലിബിൾ മെറ്റൽ ഏതാണ് ഡക്റ്റിൽ മെറ്റൽ ഏതാണ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഇനി മക്കളെ ചോദിക്കുകയാണ് അയൺ ഇസ് എ മെറ്റൽ ഇതും ഒരു മെറ്റലാണ് വിച്ച് അണ്ടർഗോ കൊറോഷൻ പെട്ടെന്ന് തുരുപിടിക്കും അല്ലെ. ഇരുമ്പിന്റെ ഒരു നല്ല സ്വഭാവമാണ് പെട്ടെന്ന് തുരുപിടിക്കുക എന്നുള്ള കാര്യം. സോ നമുക്ക്
പറയാൻ പറ്റും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അല്ലെ? ഒരു ഇരുമ്പ് തുരുമ്പ് പിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. മെയിൻലി കാരണം അതിന് pH ലെവൽ കുറയാം, അതേപോലെ തന്നെ മോയിസ്ചർ ഈർപ്പം അല്ലെ, ഈർപ്പമായിട്ട് കണ്ടെത്താം, അതേപോലെ സാൾട്ട് അല്ലെ, സാൾട്ടും ഒരു കാരണം തന്നെയാണ്. സോ എന്താണ് ഇതെല്ലാം എന്തൊക്കെയാം ഈർപ്പം തട്ടുകയാണെങ്കിൽ, കാരണം നമുക്കറിയാം എന്താണ് ഒരു ഇരുമ്പിന്റെ ഗേറ്റ് അല്ലെ, ഒരു ഇരുമ്പിന്റെ ഗേറ്റ് അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടൻ ഒരു പെയിന്റ് അടിക്കും. അതിന് റീസൺ എന്താ? ടു അവോയ്ഡ് കൊറേഷൻ അല്ലെ, കാരണം മയത്തുള്ളികളാണ്, ഈർപ്പം തട്ടും, അത് പെട്ടെന്ന് തുരുപിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പറ്റുകയുള്ളൂ. ഓക്കെ, കാരണം ഇരുമ്പ്, കാരണം ഒരുപാട് ഗോൾഡുകൾ ഉണ്ട്, കാരണം ഗോൾഡ് നടക്കുന്നില്ല, പെട്ടെന്ന് നടക്കുന്നില്ല, കൊറോഷൻ സംഭവിക്കുന്നില്ല. അതിന് കാരണം എന്താ? അതെ, അത് വായുവുമായിട്ട് പെട്ടെന്ന് നടക്കുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല, അതാണ് ഇതിന് കാരണം. ഓക്കെ, ഇരുമ്പ് അങ്ങനെയാണോ? അല്ല, ഇരുമ്പ് കാരണം മെറ്റൽസിൽ, ലോഹങ്ങളിൽ, കാരണം നിങ്ങൾ അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ഇരുമ്പ് പെട്ടെന്ന് തുരുപിടിക്കും. സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്? pH ലെവൽ കുറയാം, അതേപോലെ തന്നെ മോയിസ്ചർ ഈർപ്പമാണ്, അതേപോലെ തന്നെ ഉപ്പ്, ഇതെല്ലാം എന്താണ് ഇതിന് കാരണം തന്നെയാണ്. സോ ഇൻ സീ സൈഡ് അതേപോലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് മക്കളെ. അതെ, ഇരുമ്പിന്റെ ആണുകൾ യൂസ് ചെയ്യുന്ന പകരം അല്ലെ, ഇരുമ്പാന് പകരം എന്താക്കാം? അതെ, ചെമ്പിന്റെ ആണുകൾ ഉപയോഗിക്കുക. എന്തുകൊണ്ടാ? സാൾട്ട് അല്ലെ, കാരണം സാൾട്ട് എങ്കിൽ ആ ഒരു ഉപ്പിന്റെ അംശം എന്താക്കും? ഇരുമ്പിനെ പെട്ടെന്ന് കൊറോഷനിലേക്ക് എത്തിക്കും, തുരുമ്പൊടിക്കാൻ സഹായിക്കും. അതുകൊണ്ട് എന്താണ്? കോപ്പർ എന്താണ്? അതെ, ഇരുമ്പിനെ പോലെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല അല്ലെ, പെട്ടെന്ന് എന്താകില്ല, ആ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. പകരം അല്ലെങ്കിൽ ഇരുമ്പിന് പകരം എന്താകും? അവിടെ നമുക്ക് ചെമ്പിന്റെ, കോപ്പറിന്റെ ആണുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റൈറ്റ് എനി മെത്തഡ് ഓഫ് പെയിന്റ് യൂസ് ചെയ്യാം അല്ലെ, പെയിന്റ് യൂസ് ചെയ്യാം അല്ലെ, ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് അല്ലെ, ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴി എന്തൊക്കെ നമുക്ക് ഇരുമ്പിനെ തുരുമ്പിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, സോ മക്കളെ മറന്നു പോയത് കേട്ടോ. റെഡി? ഇനി മക്കളെ നോക്കി നോക്ക്, അതിന്റെ റീസൺ വ്യക്തമാക്കി സാർ തന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇനി മക്കളെ നോക്കി നോക്ക്, യെസ്, ഫൈൻഡ് ഔട്ട് അല്ലെ, കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ആറ്റം അല്ലെ. തന്നിട്ട് നോക്ക് 5H2 അല്ലെ, 5H2CO3. എടാ, ഇതിൽ എത്ര ആറ്റങ്ങളുണ്ട്, ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇത് എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് ഈ ഒരു ഭാഗം പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്നും നിങ്ങൾ എന്തായാലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. എടാ മക്കളെ, ഇത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? അതെ, ഈ ഒരു നമ്പർ തന്നെയാണ് മോളിക്യൂൾസ്. സോ 5 മോളിക്യൂൾസ് അല്ലെ. എടാ, 5 തന്മാത്രകൾ എന്ന് പറഞ്ഞൂടെ? അതെ, 5 മോളിക്യൂൾസ് അല്ലെ, 5 മോളിക്യൂൾസ് ആണ് അല്ലെ. ഇനി എത്ര ആറ്റങ്ങൾ ഉണ്ടാ? എടാ, H2CO3 എത്ര ആറ്റം നോക്കിയാൽ മതി അല്ലെ. H2CO3 എത്ര ആറ്റങ്ങൾ നോക്കിയാൽ പോരെ? ഉദാഹരണമായിട്ട് 2 അല്ലെ, 2ഉം 3ഉം, 3ഉം എന്താണ്? 3ഉം 3ഉം 6 അല്ലെ. അപ്പൊ 6 × 5 എത്ര? 30. സോ 30 ആറ്റങ്ങൾ ഉണ്ട് അല്ലെ, 30 ആറ്റംസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലെ, 30 ആറ്റങ്ങൾ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. സോ ശ്രദ്ധിക്കണം മക്കളെ. എടാ, ഇത് 6 ആണ് അല്ലെ, ഇത് 6 ആണെങ്കിൽ 6 × 5 ചെയ്യണം അല്ലെ. 6 എണ്ണത്തിന്റെ 5 സെറ്റ് ആണ് വരിക അല്ലെ, കാരണം ഇങ്ങനത്തെ എന്താണ് 5 എണ്ണം വരും അല്ലെ. 5 എണ്ണം വന്നു കഴിഞ്ഞാൽ 6 × 5 ദാറ്റ് ഇസ് 13 ആറ്റം, 30 ആറ്റങ്ങളുണ്ട്. സോ 5 മോളിക്യൂളും 30 ആറ്റങ്ങളും. മറന്നുപോയെന്ന് മക്കൾ കേട്ടോ. എടാ, ഇനി നോക്കി, നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, പ്ലാസ്റ്റിക്സിന്റെ പാഠത്തിൽ പഠിക്കുന്നതാണിത്, തെർമോപ്ലാസ്റ്റിക്. ഓക്കെ, ചില എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അല്ലെ. ഇത് രണ്ടും ഉള്ള വ്യത്യാസം എന്താണ്? കാരണം തെർമോപ്ലാസ്റ്റിക് നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്. കാരണം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും മോൾഡ് ചെയ്ത് വീണ്ടും റീഷേപ്പ് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ തെർമോപ്ലാസ്റ്റിക് അങ്ങനെയല്ല, വീണ്ടും റീഷേപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യം നോക്കി നിൽക്കാനും അതിനെ വ്യത്യസ്ത ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കും. തെർമോസെറ്റിംഗ് അങ്ങനെയല്ല, അതെ, ഉണ്ടാക്കുന്ന സമയത്ത് ഏത് മോൾഡാണോ അതിലേക്ക് മോൾഡ് ചെയ്ത് പോകും. ഓക്കെ, എന്നാൽ തെർമോപ്ലാസ്റ്റിക് അങ്ങനെ മോൾഡിംഗ് മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് ആവശ്യം നോക്കി പറ്റും അതിന്റെ സിറ്റുവേഷനിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഏതാണ്ട് പോളിത്തീൻ മാത്രമല്ല അല്ലെ, അല്ലെങ്കിൽ PVC അല്ലെ. നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന PVC പൈപ്പ് അല്ലെ, കാരണം അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റും അല്ലെ. എന്നാൽ ബേക്ക്ലൈറ്റ് എങ്ങനെയാണോ? അല്ല, ബേക്ക്ലൈറ്റ് ഈസ് പോളി സെറ്റിംഗ് ആണ് അല്ലെ, പോളി സെറ്റിംഗ് ആണ്. കാരണം ഉദാഹരണമായിട്ട് യൂട്ടൻസിൽസ് അല്ലെ, പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ബേക്ക്ലൈറ്റ് അല്ലെ. കുക്കറിന്റെ പിടി അല്ലെ, ഹാൻഡിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് റീഷേപ്പ് ചെയ്യാൻ സാധ്യമല്ല അല്ലെ. ഉരുക്കി കഴിഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് നടക്കും. കെമിക്കൽ ചേഞ്ച് നടന്നാൽ അതൊരു പുതിയ വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞു. ദാറ്റ്സ് ഈസ് അല്ലെ, മറന്നുപോയത് കേട്ടോ. അതെ മക്കളെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ സോളിഡ് അല്ലെ, ഒന്നുകിൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ. കാരണം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ, ഇത് ഒരു എക്സാമിന് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഭാഗം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഖരം, ദ്രാവകം, വാതകം, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗം പ്രതീക്ഷിക്കാം. ഓക്കെ, എടാ, ഇത് പഠിച്ചു വെക്കാൻ എന്താ പഠിച്ചു വെക്കേണ്ടത്? ഒന്നുമില്ല, ഈ ഒരു മാപ്പ് അല്ലെ, ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. കാരണം ഇത്രയേ ഉള്ളൂ. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആണ് അല്ലെ. എടാ, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് ലിക്വിഫാക്ഷൻ എങ്കിൽ എന്താണ്? ദ്രവീകരണം എന്ന് പറയുന്നത്. ദ്രാവകമായിട്ട് മാറല്ലേ അല്ലെ, ലിക്വിഡ് ആയിട്ട് മാറല്ലേ. സോ ലിക്വിഫാക്ഷൻ അല്ലെ. ഇനി മക്കളെ, ലിക്വിഡ് എന്തായിട്ട് മാറാണ്? ഗ്യാസ് ആയിട്ട് മാറല്ലേ. അതെ, അത് വേപ്പർ ആയിട്ട് മാറാണ് അല്ലെ, ബാഷ്പമായിട്ട് മാറാണ്. സോ ബാഷ്പീകരണം അല്ലെ. ഇനി മക്കളെ തിരിച്ചു ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറല്ലേ.
അപ്പം സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ ലിക്വിഫാക്ഷൻ അല്ലേ. ഇനി ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുമോ അവിടെ സോളിഡിഫിക്കേഷൻ, അതായത് ഘനീഭവിക്കൽ എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി മക്കളെ നോക്കി, ഇനി ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി, ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആയിട്ട് മാറുന്നത് അത് കണ്ടൻസേഷൻ അല്ലേ, അതായത് സാന്ദ്രീകരണം എന്ന് പറയും. അത് കണ്ടൻസ് ചെയ്യാം അല്ലെ, അതിനെ വിളിക്കുന്നതാണ് സാന്ദ്രീകരണം. എടാ ഇനി സോളിഡ് നേരെ ഗ്യാസ് ആയിട്ട് മാറാണെങ്കിലോ അല്ലെ, അതായത് ഘനം നേരെ വാതകമായിട്ട് മാറാണെങ്കിലോ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഘനീഭവിക്കൽ അല്ലെ, അതായത് സബ്ലിമേഷൻ, ഉത്പാദനം എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി മക്കളെ വാതകം തിരിച്ച് അല്ലെ, അതാണ് വാതകം ഗ്യാസ് നേരെ സോളിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ, വാതകം നേരെ ഘനമായിട്ട് മാറാമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരുണ്ട സോളിഡിഫിക്കേഷൻ, ഘനീഭവിക്കൽ എന്ന് പറയും. ഓക്കെ, സോ ഇത്രയും കാര്യം പോയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. ഒന്നെങ്കിൽ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ എന്തൊക്കെ വിച്ച് എക്സാമ്പിൾ സൈഡോ വാട്ടർ ഐസ് ആയിട്ട് മാറാൻ, അല്ലെങ്കിൽ ഐസ് വാട്ടർ ആയിട്ട് മാറാൻ എക്സാമ്പിൾ പഠിച്ചു വെക്കണേ. ഉദാഹരണമായിട്ട് ഘനം വാതകമായിട്ട് മാറാണ് അല്ലെ, ക്യാൻസർ അല്ലെ, കർപ്പൂരം, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പം ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. റെഡി? ഓക്കെ, ഇനി മക്കളെ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ അവസാന ചാപ്റ്ററിൽ പഠിക്കുന്ന സൊല്യൂഷനിൽ പഠിക്കുന്ന കാര്യമാണ് ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് അല്ലെ. എല്ലാ മെഡിസിൻസിന്റെ മുകളിലും നിങ്ങൾ കാണുന്ന കാര്യമാണ് ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് അല്ലെ. അതായത് അധികം മെഡിസിനും ബോട്ടിലിനും മുകളിലും ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. സോ വിച്ച് ഈ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിലാണ്? കൊളോയിഡ് ആണോ, സൊല്യൂഷൻ ലായനിയാണോ, സസ്പെൻഷൻ ആണോ? ഏതാണ്ട സസ്പെൻഷൻ ഇസ് റൈറ്റ് ആൻസർ അല്ലെ. സസ്പെൻഷനിലാണ് നടക്കുന്നത് ഈ ഒരു പാർട്ടിക്കിൾസ്, കാരണം കുറച്ച് വലിപ്പം കൂടുതലാണ് അല്ലെ, അതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റും. കൊളോയിഡ് ഏതാ? കൊളോയിഡ് മിൽക്ക് തന്നെയാണ് അല്ലെ. സൊല്യൂഷൻ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആണ്, എന്താക്കാൻ പറ്റില്ല, അതൊരു മിക്സർ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ, കാരണം കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആണ്. എന്നാൽ സസ്പെൻഷൻ എങ്ങനെയാണോ? അല്ല, കാരണം കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ്, ആ ഒരു പൊടികളോ ആ ഒരു പാർട്ടിക്കിൾസ് കണികളോ സെപ്പറേറ്റ്ലി എന്താക്കാൻ പറ്റും, അത് ഇങ്ങനെ താഴെ അടിഞ്ഞു കൂടുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് ദ റീസൺ? അത് റീസൺ എന്താ? കാരണം സസ്പെൻഷൻ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി മിക്സഡ് അല്ല. കാരണം മരുന്ന് വാങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കാരണം ബോണ്ട് വാങ്ങുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി മിക്സ് ആകാതെ ഇങ്ങനെ താഴെ നിൽക്കും അല്ലെ, അതിങ്ങനെ താഴെ അടിഞ്ഞുകൂടും. സോ യു ഹാവ് ടു ഷേക്ക് വെൽ, നന്നായിട്ട് നിങ്ങൾ അത് നന്നായിട്ട് കുലുക്കണം, നന്നായിട്ട് ഷേക്ക് ചെയ്യണം. സോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കംപ്ലീറ്റ്ലി മിക്സ് ആയിട്ട് മാറും. സോ അതുകൊണ്ടാണ് എന്തെങ്കിലും മെഡിസിൻസ് വാങ്ങുന്ന സമയത്ത് അല്ലെ, മെഡിസിൻസ് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അത് ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, മറന്നുപോയി കേട്ടോ. ഇനി മക്കൾ നോക്കിയത് ദ സിമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഇസ് H. എല്ലാവർക്കും അറിയാം, കാരണം എലമെന്റ്സിന്റെ മൂലകങ്ങളെ സിമ്പിൾസ് എന്തൊക്കെ മക്കളെ നിർബന്ധം പഠിച്ചു വെക്കണേ. കാരണം എന്തൊക്കെ അതിന്റെ സയന്റിഫിക് അല്ലെ, അതിന്റെ സയന്റിഫിക് നെയിംസ് ചോദിക്കാം, അതേപോലെ തന്നെ സിമ്പിൾസ് ചോദിക്കാം, അതേപോലെ തന്നെ ആ ഒരു ഒറിജിൻ ഓഫ് നെയിംസ് അല്ലെ, കാരണം പലരും പല സയന്റിഫിക് നെയിംസ് അല്ലെ, കാരണം പല പേരുകളും എങ്ങനെയാണ് വന്നത്, കാരണം പല രീതിയിലാണ് വന്നത്, അതെല്ലാം നിങ്ങൾ പഠിച്ചാണ്. അതെന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഈ എക്സാമിന് എന്തൊക്കെ അത് പ്രതീക്ഷിക്കുക കേട്ടോ. സോ സിമ്പിൾ ഓഫ് ഹൈഡ്രജൻ H തന്നെയാണ്. സോ മക്കളെ H2 അല്ലെ, H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മോളിക്യൂൾ, ഒരു തന്മാത്രയാണ് അല്ലെ. കാരണം എന്താ, ഇറ്റ്സ് എ ഡൈ ആറ്റോമിക് മോളിക്യൂൾ ആണ്. 2H എന്ന് പറഞ്ഞാലോ അല്ലെ, 2H എന്ന് പറഞ്ഞാൽ 2H ആറ്റങ്ങൾ എന്ന് പറയാൻ പറ്റും അല്ലെ, അതായത് 2H അല്ലെ, 2H ആറ്റങ്ങൾ എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി മക്കളെ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ, 3NH3 എന്ന് പറയുന്ന സമയത്ത് ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട്? കാരണം H ഒരിക്കലും H ആയിട്ട് നിൽക്കില്ല കേട്ടോ, കാരണം H 2 ആറ്റങ്ങൾ എന്ന് പറയാൻ പറ്റും അല്ലെ. എന്നാൽ H2 എന്ന് പറഞ്ഞാലോ അതെ, ഇതൊരു തന്മാത്രയാണ് അല്ലെ, H2ന്റെ ഒരു തന്മാത്രയാണ്, അതേപോലെ 2 ആറ്റങ്ങളും കൂടി ചേർന്നു. ഓക്കെ, മക്കളെ 3NH3 എത്ര? 3 തന്മാത്ര ഉണ്ട്, 3 മോളിക്യൂൾസ് ഉണ്ട് അല്ലെ, 3 തന്മാത്ര ഉണ്ട്. എത്ര ആറ്റങ്ങളുണ്ട്? ഇവിടെ 4 എണ്ണം അല്ലെ, 4 × 3 സോ 12 ആറ്റംസും അല്ലെ, 12 ആറ്റങ്ങളും ഉണ്ട്. ഓക്കെ മക്കളെ, മനസ്സിലാവണേ, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അതിൽ സൊല്യൂഷൻ ലായനിക്ക് ഉദാഹരണമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? അതെ, സോളിഡ് സൊല്യൂഷൻ, അതായത് സോളിഡ് ലിക്വിഡ് ആയിട്ട് വരുന്ന അല്ലെ, സോളിഡ് ലിക്വിഡ് ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ഘനം ലായനി അല്ലെ. ഇങ്ങനെ ഒരു ദ്രാവകം എന്ന് പറയാൻ പറ്റും, അതായത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്ന ഏതാണ്ടാ? യെസ്, സോൾഡ് സൊല്യൂഷൻ ആണ് പറഞ്ഞിട്ടോ. നോക്ക്, സോഡിയം ക്ലോറൈഡ് അല്ലെ, ഉപ്പല്ലേ, ഉപ്പ് ഒരു സൊല്യൂഷൻ ആണോ? അല്ല. എന്നാൽ ഷുഗർ സൊല്യൂഷൻ പറ്റും അല്ലെ, കാരണം ഇതാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഘനമാണ്, സോളിഡ് ആണ്, സൊല്യൂഷൻ അതെ ലിക്വിഡ് ആണ്. സോ നമുക്ക് പറ്റും ബി ഈസ് ദ റൈറ്റ് ആൻസർ, ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ മക്കളെ മറന്നുപോയത് ലിക്വിഡ് ലിക്വിഡ് വരാം, സോളിഡ് വരാം, ഓക്കെ, ഗ്യാസ് വരാം. ഈ ഒരു കോമ്പിനേഷൻ വെച്ച് ചോദിച്ചാൽ എന്തെങ്കിലും അതിന് എക്സാമ്പിൾ എന്തൊക്കെ, കാരണം ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ താഴെ വരുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു എക്സാമ്പിൾസ് കേട്ടോ. അത് എന്തൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, മറന്നുപോയത് കേട്ടോ. ഇനി മക്കളെ നോക്കി, യെസ്, ഫൈൻഡ് ഔട്ട് ദ റീസൺ. കാരണം മെറ്റൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലോഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോഡിയം
മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ അല്ലെ? മണ്ണെണ്ണ സൂക്ഷിക്കാനുള്ള കാരണം എന്താ? സോഡിയം ലോഹം മണ്ണിൽ സൂക്ഷിക്കുന്നു. ഇതിന് കാരണം എന്താ? സോഡിയം എയറുമായിട്ട് പെട്ടെന്ന് റിയാക്ഷൻ ചെയ്യും, വാട്ടറുമായിട്ട് പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. അതായത് അതിന്റെ ക്രിയാശീലത, അതിന്റെ റിയാക്ടിവിറ്റി അല്ലെ, അതായത് പെട്ടെന്ന് വായുവുമായിട്ടും എയറുമായിട്ടൊക്കെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ് അല്ലെ, കുറച്ചൊന്ന് കുരുത്തക്കേട് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് അടിച്ചു വെക്കണം അല്ലെ, ഒന്നും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ്, കാരണം കെറോസിനിൽ ഈ ഒരു സോഡിയം ഇട്ട് കഴിഞ്ഞാൽ അത് റിയാക്ഷൻ നടക്കില്ല, അത് പ്രവർത്തനം നടക്കില്ല. അതുകൊണ്ടാട്ടോ. ഇനി ടെമാറിൻ ഇസ് നോട്ട് കെപ്റ്റ് ഇൻ അലൂമിനിയം വെസൽ, അതായത് അലൂമിനിയം പാത്രങ്ങളിൽ പുളി സൂക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട് മക്കളെ? പുളിയിൽ ഒരു ആസിഡ് ഉണ്ട്, ടാർട്ടാരിക് ആസിഡ് അല്ലെ? ടാർട്ടാരിക് ആസിഡ് ഏതെന്താ? യെസ്, ടാർട്ടാരിക് ആസിഡ് നമ്മുടെ പുളിയിൽ ആസിഡ് ഉണ്ട്. സോ അലൂമിനിയം ഒരു മെറ്റലാണ്. സോ ആസിഡും അല്ലെ, ആസിഡും മെറ്റലും അല്ലെങ്കിൽ ആസിഡും ലോഹവും തമ്മിൽ പ്രയാസനാൽ H2 ഗ്യാസ് ഉണ്ടാവില്ലേ അല്ലെ? അതായത് അവിടെ H2 ഗ്യാസ് ഉണ്ടാവും അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അതും ആ വസ്തു കേടാവുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ട് മാറും. ബിക്കോസ് കാരണം എന്താ? ആസിഡാണ്, ഒന്നിൽ ആസിഡാണ്, ഒന്നിലെന്താണ് നമുക്ക് അറിയാം മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. സോ എന്താകും? അവിടെ H2 ഗ്യാസ് ഉണ്ടാകും. അതായത് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി മക്കളെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോളിമറിലേക്ക് വന്നിരിക്കുകയാണ്. മോണോമർ, പോളിമർ എല്ലാവർക്കും അറിയാലോ, അതിന്റെ ഡിഫറൻസ് പഠിച്ചു വെക്കണം. സ്റ്റാർച്ചിന്റെ ഏതാ? സ്റ്റാർച്ച് ഗ്ലൂക്കോസ് അല്ലേ? അപ്പം ഒരുപാട് ഗ്ലൂക്കോസ് ചേർന്നാൽ അതിനെ സ്റ്റാർച്ച് എന്ന പോളിമർ എന്ന് വിളിക്കാൻ പറ്റും. ഇനി വിനൽ ക്ലോറൈഡ് ഏതാ? PVC അല്ലേ? ഇനി അമിനോ ആസിഡ് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു പ്രോട്ടീൻ അല്ലെ? നേരത്തെ എഴുതിയിരുന്നു പ്രോട്ടീൻ. അപ്പൊ മക്കളെ മറന്നുപോയത് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് അതിനുള്ള ശരിയായ ഉത്തരങ്ങൾ. ഓക്കെ, ഇനി നോക്കും മക്കളെ, മോസ്റ്റ് ഓഫ് ദ മെറ്റൽ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്. എല്ലാവർക്കും അറിയാം, യെസ്, നമ്മുടെ ആസിഡുമായിട്ട് അധികം മെറ്റൽസ് ഉണ്ടെങ്കിൽ അത് റിയാക്ഷൻ നടക്കും. പല റിയാക്ഷൻ പഠിക്കാനുണ്ട്. കാരണം നിങ്ങൾ അടുത്ത വർഷം എന്തെങ്കിലും ആസിഡ് അല്ലെങ്കിൽ ഈ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ പഠിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് മെറ്റൽസ് റിയാക്ഷൻ പഠിക്കുന്നുണ്ട്. എല്ലാ വർഷം എടുക്കുന്നുണ്ട്. യെസ്, മെറ്റൽസും ആസിഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മക്കളെ, വിച്ച് ഗ്യാസ് ഇസ് ലിബറേറ്റഡ്? ഏതാണ്ടാ? H2 ഗ്യാസ് അല്ലേ? എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് H2 ഗ്യാസ് അല്ലേ? ഇനി ഇക്വേഷൻ നോക്കി, മെഗ്നീഷ്യം അതേപോലെ ഡൈല്യൂട്ട് HCl എന്താ ചെയ്യുക? മെഗ്നീഷ്യം പ്ലസ് HCl എന്തായിട്ട് മാറും? അതെ, MgCl2 ആയിട്ട് മാറും അല്ലെ? MgCl2 H2 ഗ്യാസ് ആയിട്ട് മാറും. ശ്രദ്ധിച്ചു നോക്കടാ, ഇവിടെ ഏത് ടൈപ്പ് റിയാക്ഷനാ? അതെ, Mg എന്താക്കി? H-നെ കടത്തി വെട്ടി അല്ലെ? H-നെ ചവിട്ടി പുറത്താക്കി. അതിനെ വിളിക്കുന്ന പേരെന്താ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താ വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനം പഠിച്ചോർമ്മയെ, ആദേശ രാസപ്രവർത്തനം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ മക്കളെ നന്നായിട്ട് പഠിക്കേണ്ട, കാരണം ഒരു ചാപ്റ്റർ പോലും വിടാൻ പാടില്ല. മാക്സിമം പ്രത്യേകിച്ച് ആറ്റംസും മോളിക്യൂൾസും തന്മാത്രകൾ ആറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട. ഒരു കാരണവശാലും മറക്കരുത്. എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക. എക്സാമിന് നല്ലൊരു സ്കോർ എന്താക്കാം എല്ലാവർക്കും വാങ്ങാൻ പറ്റട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.